തമിഴ്നാട് നിയമസഭയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിശ്വാസം തെളിയിച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. അണ്ണാ DMK വിമതരടക്കം 144 പേർ വിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. 22 പേർ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 5 പേർ വിട്ടുനിന്നു. DMK സഭ ബഹിഷ്കരിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന നിർണായകമായ വോട്ടെടുപ്പിലാണ് വിജയ് ഭൂരിപക്ഷം തെളിയിച്ചത്. 117 MLA-മാരുടെ പിന്തുണയായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. 119 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിനെ വിമത MLA-മാർ പിന്തുണച്ചതോടെ അണ്ണാ DMK-യുടെ പിളർപ്പ് പൂർണ്ണമായി. ആർക്കും പിന്തുണയില്ലെന്നും നിഷ്പക്ഷത പാലിക്കുമെന്ന് BJP-യും PMK-യും വ്യക്തമാക്കി. കുതിരക്കച്ചവടമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ വിമർശിച്ചു. ഇതിന് പിന്നാലെ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച DMK അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ആட்சிக்கு வர்றதுக்கு முன்னாடியே குதிரை பேரத்துல ஈடுபடுறாங்கன்னு சொன்னார். மாற்றம்னு சொன்னீங்க, இது மாற்றம் இல்ல துர்நாற்றம் அப்படின்னு சொல்லியிருக்கிறார். புதுமையான ஆட்சின்னு சொன்னீங்க. இன்னைக்கு புஷ்பா பட பாணியில ஆட்சி நடந்துகிட்டு இருக்கு. TVK സർക്കാരിന് കുതിരയുടെ വേഗമെന്നായിരുന്നു വിജയുടെ മറുപടി. இந்த அரசு குதிரை வேகத்தில் செயல்படுகிற அரசே தவிர குதிரை பேரத்தில் ஈடுபடுகிற அரசு இல்லை என்பதை ஆணித்தரமாக தெரிவித்துக் கொள்கிறேன். DMK-യുടെ ആരോപണം സഖ്യകക്ഷിയായ DMDK നേതാവ് പ്രേമലത വിജയകാന്ത് ഏറ്റുപിടിച്ചു. അണ്ണാ DMK വിമത നേതാവ് SP വേലുമണിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് സഭയിൽ EPS പക്ഷം ബഹളമുണ്ടാക്കി. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത അണ്ണാ DMK-യിലെ വിമത MLA-മാരുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.